എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയെ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്ന കേസിലെ പ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുന്നു. കോയമ്പത്തൂരിലെത്തി സംസ്ഥാനത്തെ ഷാഡോ പോലീസ് പ്രതിയെ സാഹസികമായി പിടികൂടുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി സഞ്ജന നമ്മോടൊപ്പം ചേരുന്നു. പ്രിയ, നമുക്ക് കിട്ടിയ വിവരങ്ങൾ പ്രകാരം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഈ കൊടും ക്രൂരതയുടെ ആഴവും വ്യാപ്തിയും വ്യക്തമാക്കുന്നതാണ്. ശരീരത്തിന്റെ പല പല ഭാഗങ്ങളിലായി ആഴത്തിലുള്ള മുറിവുകളുണ്ട്. പ്രതിയുടെ വൈകൃതം വ്യക്തമായി വെളിവാക്കുന്നതാണ് ഈ റിപ്പോർട്ട്. മരണത്തിന് കാരണമല്ലെങ്കിലും ഒരു ഇരുമ്പ് ഉപകരണം കൊണ്ടുള്ള പ്രഹരത്തെക്കുറിച്ചും റിപ്പോർട്ടിലുണ്ട്. പോലീസ് ഈ ആയുധത്തിനായുള്ള തിരച്ചിൽ തുടരുകയാണ്. ഈ ഉപകരണം കൊണ്ട് പെൺകുട്ടി ആരാ വാദിക്കണേന്നറിയാമോ? കാളൂര. ആ അപ്പൊ പിന്നെ കൺഫേം മറ്റവരുടെ കാര്യം എന്തായാലും പോകും. ഒരു കേസ് സാർ ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് കോൺട്രവേഴ്സി, വിവാദം, അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ. ഫോർ മീ ദിസ് ഈസ് ജസ്റ്റ് അനദർ കേസ്. പിന്നെ ഈ കേസ് ആവുമ്പോ കുറച്ച് എരിവും പുളിയൊക്കെ കാണും. പ്രതി കുറ്റം സമ്മതിച്ചാണ് റിപ്പോർട്ടുകൾ. അപ്പോ പിന്നെ ഞാൻ വാദിക്കുന്നത് പ്രതിക്ക് വേണ്ടിയല്ല, എന്റെ കക്ഷിക്ക് വേണ്ടിയാണ്. എന്റെ കക്ഷി വിജയിക്കുക എന്നുള്ളതാണ് എന്റെ ഏക ലക്ഷ്യം. ഞാൻ ഇതുവരെ വാദിച്ച എല്ലാ കേസുകൾക്കും അനുകൂലമായ വിധി കൽപ്പിച്ച ഇന്ത്യൻ വിധിന്യായത്തില് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. സത്യം ജയിക്കും. ആയതിനാൽ സാഹചര്യ തെളിവുകളുടെയും ഗവൺമെന്റ് സർജന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലും പ്രതി കുറ്റം സമ്മതിച്ചതിനാലും പ്രതിയെ 2 ആഴ്ച ചോദ്യം ചെയ്യാൻ റിമാൻഡിൽ വിട്ടയക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. That's all, Your Honor. You may proceed. Yes, Your Honor. പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന എന്റെ ഈ കക്ഷി കുറ്റം സമ്മതിച്ചതിനാൽ അദ്ദേഹം അല്ല കുറ്റം ചെയ്തത് എന്ന് സമർത്ഥിക്കാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. പക്ഷേ അതിലൊരു ചോദ്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഈ നിൽക്കുന്ന എന്റെ കക്ഷിയാണോ കുറ്റക്കാരൻ, അതോ എന്റെ കക്ഷി മാത്രമാണോ കുറ്റക്കാരൻ? ഇത് ബോധിപ്പിക്കുന്നതിനായി 2 പേരെ വിസ്തരിക്കാനുള്ള അനുവാദം തരണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. You may proceed. Thank you, Your Honor. രവീന്ദ്രൻ അല്ലേ? എന്ത് ചെയ്യുന്നു? സിവിൽ പോലീസ് ഓഫീസർ. എവിടെ? സിറ്റി സെന്റർ സോൺ. Your Honor, the witness is a police officer. ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടോ? പരിചയമില്ല, പക്ഷെ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? നമ്മുടെ സിറ്റി സർക്കിൾ തന്നെ. Can you please explain? ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് ക്വാർട്ടേഴ്സിലേക്ക് മടങ്ങുന്ന വഴിയാണ്. അന്ന് യൂണിഫോമിലല്ല, MG റോഡ് ജംഗ്ഷനിൽ ഇത്തിരി മാറിയിട്ടുള്ള സ്ഥലത്ത് നിന്നാണ് കുട്ടിയെ കാണുന്നത്. അപ്പോൾ എത്ര മണിയായി കാണും? അന്നേരം ഒരു രാത്രി 12:30 ആയിട്ടുണ്ടോ? രാത്രി 12:30. അപ്പോൾ അവരെവിടെയെങ്കിലും പോയിട്ട് വന്നതായിരിക്കും. രാത്രി ആയതുകൊണ്ട് നിങ്ങൾ അവരെ വീട്ടിൽ കൊണ്ടുവിട്ടോ? അങ്ങനെ ചെയ്യായിരുന്നു, തനിച്ചായിരുന്നെങ്കിൽ. തനിച്ചല്ലായിരുന്നു? അല്ല സർ, കുറച്ച് ചെറുപ്പക്കാരുണ്ടായിരുന്നു കൂടെ. പറയൂ. പിന്നെ സർ, നടു റോട്ടിൽ വെച്ച് കെട്ടിപ്പുണർന്ന് ഉമ്മ വെക്കുന്ന സാർ കണ്ടത്. നടു റോഡിലോ? അതെ, ഒന്നല്ല, ഒരു 3-4 ചെറുപ്പക്കാർ കൂടി ഉണ്ടായിരുന്നു. Your Honor, please note this point. Mr. Jabbar, നിങ്ങളുടെ സുഹൃത്ത് രവീന്ദ്രൻ പറഞ്ഞതിനോട് പൂർണ്ണമായും നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഉണ്ട് സർ. ഏതോ പാർട്ടി കഴിഞ്ഞ് വരുമെന്ന് തോന്നുന്നു. മദ്യത്തിന്റെ ലഹരിയിലാണ് അവർ ഞങ്ങളോട്. ഈ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് അത് നിങ്ങൾ വല്ല കേസ് രജിസ്റ്റർ ചെയ്തോ? ഇല്ല സാർ.
ഒന്നാമത് അന്ന് ഞങ്ങൾ ഡ്യൂട്ടിയിലല്ലായിരുന്നു. പിന്നെ പിള്ളേരില്ലേ സാറേ, അപ്പോ പിള്ളേരാണ് യുവർ ഓണർ. പുതിയ തലമുറയിലെ പിള്ളേർ പാതിരാത്രിക്ക് മദ്യപിച്ച് സദാചാര പരിസര ബോധമില്ലാതെ നടു റോട്ടിൽ ചുംബിക്കുന്ന യൗവനത്തിന്റെ പേരാണ് ന്യൂ ജനറേഷൻ. താങ്ക് യു മിസ്റ്റർ ജബ്ബാർ, യു മേ പ്ലീസ് ലീവ്. യുവർ ഓണർ, ഇവിടെയാണ് ഞാൻ നേരത്തെ ചോദിച്ച സുപ്രധാനമായ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടാവുന്നത്. എന്റെ കക്ഷിയാണോ കുറ്റക്കാരൻ, അതോ എന്റെ കക്ഷി മാത്രമാണോ കുറ്റക്കാരൻ? കൊല്ലപ്പെട്ട ഈ പെൺകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് പരിചയപ്പെടുത്താനായി ഞാൻ അങ്ങയുടെ അനുവാദം ചോദിക്കുകയാണ്. താങ്ക് യു യുവർ ഓണർ. ആസ് പെർ ദ റെക്കോർഡ്സ്, കൊല്ലപ്പെട്ട പെൺകുട്ടി 10ാം ക്ലാസ് വരെ പഠിച്ചത് കോ എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഒരു കോൺവെന്റിലാണ്. തുടർന്ന് +1 +2 ഒരു ഗേൾസ് ഹൈസ്കൂളിൽ. അച്ഛനോ അടുത്ത ബന്ധുക്കളോ ഇല്ലാത്ത തന്റെ ജീവിതത്തിൽ അന്നേ വരെ ഒരു ആൺകുട്ടിയുമായിട്ട് ഒരു ക്ലാസ് മുറിയിൽ പോലും സഹവസിക്കാത്ത ഒരു പെൺകുട്ടിക്ക് ആണെന്ന വർഗത്തിനോട് തോന്നാവുന്ന കൗതുകം തികച്ചും സ്വാഭാവികം. എന്നിട്ട് അവൾ കോളേജിൽ ജോയിൻ ചെയ്ത കൊല്ലം മറ്റു ബ്രാഞ്ചസിൽ സീറ്റ് അവൈലബിലിറ്റി ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പൊതുവിൽ ആൺകുട്ടികൾ മാത്രം പഠിക്കുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുക്കുകയും അതും അറിഞ്ഞുകൊണ്ട് തന്നെ പഠിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത് സ്വാഭാവികം. പക്ഷേ അതേ ആൺകുട്ടികളുമായി അർദ്ധരാത്രി അസമയത്ത് നടുറോട്ടിൽ മാറി മാറി പരസ്പരം ചുംബിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നതിലെ അസ്വാഭാവികത എനിക്കെന്നല്ല, ഈ കോടതിയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനും മനസ്സിലാവില്ല. ഇത് തെളിയിക്കുവാനായി ഒരാളെ വിസ്തരിക്കുവാനുള്ള അനുവാദം തരണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. ഗവൺമെന്റ് ഫോറൻസിക് സർജൻ ഡോക്ടർ പ്രസാദ്. PW6 ഡോക്ടർ പ്രസാദ്. താങ്കൾ സമർപ്പിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കോപ്പി അല്ലേ? യെസ് യുവർ ഓണർ, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് എന്റെ ട്രംപ് കാർഡ്. റിപ്പോർട്ടിൽ പ്രോസിക്യൂഷൻ യാദൃച്ഛികമല്ലാതെ കണ്ടില്ല എന്ന് നടിച്ച പേജ് നമ്പർ 9 and which says that within the last 2 months this girl has undergone an abortion. റെക്കോർഡ്സ് പ്രകാരം വിവാഹം കഴിച്ചിട്ടില്ലാത്ത ഈ പെൺകുട്ടി കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ അബോർഷൻ ചെയ്തതായിട്ട് ഈ റിപ്പോർട്ട് പറയുന്നു. Am I right, Dr. Prasad? Yes. As per our examination, at 4 months the fetus was aborted and we could confirm that it was a surgical abortion. So my lord, may I repeat my same question one last time? എന്റെ ഈ കക്ഷിയാണോ കുറ്റക്കാരൻ, അതോ എന്റെ കക്ഷി മാത്രമാണോ കുറ്റക്കാരൻ? കാരണം എന്റെ ഈ കക്ഷിയുടെ മുൻകാല റെക്കോർഡ്സ് പ്രകാരം ഒരു പെറ്റി കേസ് പോലും ചാർജ് ചെയ്തിട്ടില്ല, ഒരു പെൺകുട്ടികളോടും അപമര്യാദയായിട്ട് പെരുമാറിയിട്ടില്ല. ഇവിടെ മദ്യത്തിന്റെ ലഹരി എന്തെങ്കിലും അറിയാതെ ചെയ്തതാവാം. പക്ഷേ എന്റെ കക്ഷിക്ക് മുമ്പൊരിക്കലും മറ്റു ഒരു പെൺകുട്ടികളോടും തോന്നാത്തൊരു വികാരം ഈ പെൺകുട്ടിയോട് മാത്രം എങ്ങനെ തോന്നി എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. She was at the wrong place at the wrong time with the wrong emotions. ആയതിനാൽ എന്റെ കക്ഷിക്ക് നിയമത്തിന്റെ ഇളവുകൾ നൽകണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. That's all, Your Honor. ആ ബാലു, ഞാൻ വിളിക്കാതിരിക്കായിരുന്നു. റവന്യൂ മിനിസ്റ്റർ രാജിവെച്ചു. ഞങ്ങളതിന്റെ തിരക്കിലാണേ. നിങ്ങളുടെ ഇതിപ്പോ പ്രതിയെ കിട്ടിയല്ലോ. ഇനിയിപ്പോ പക്ഷേ ആ ട്രാക്കർ സെക്ഷനിലേക്ക് ബാലു, ഞാൻ തിരിച്ചു വിളിക്കാവേ. പിന്നെ നീ അവർ പറയണ കേട്ടു. ചേട്ടൻ സംഭവമില്ലേ? അവളില്ലേ ആ റേപ്പേഴ്സിലെ പെണ്ണ്, സംഭവം കേസിട്ടായിരുന്നു. ആ പിള്ളേരൊക്കെ വെച്ചോണ്ടിരിക്കണായിരുന്നു അതിനെ. പട്ടി ആരൊക്കെയാണോ പറയണോ? പറയാ എന്റെ ചേട്ടനാ സുദേവൻ. പിന്നെ ആർക്ക് മിനിസ്റ്ററുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ള വളപ്പിൽ മനോജ്.
അറിയാതെ പറ്റിപ്പോയതാ. ചെലവുണ്ട്. ചേട്ടൊന്ന് സൂക്ഷിച്ചു വെക്കൂടെ, എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? എടാ തന്നോടല്ല പോടോ. എനിക്കൊന്നാമതിന് പ്രാന്ത് പിടിച്ച് നീ വെക്ക്, ഞാൻ വിളിക്കാം. വെക്ക് വെക്ക്. എന്താടാ നിങ്ങൾ എവിടെയായിരുന്നു? എടാ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ ഒരു പയ്യനില്ലടാ അവിടെ. നിങ്ങളെന്താടാ ഡള്ളടിച്ചിരിക്കണത്? ഒന്നുമില്ല. ശരി. കേസന്വേഷണം അവർ രണ്ടുപേരിലേക്കും എത്തിയ അത് GK കൂടെ ബാധിക്കും. അയാൾക്ക് വേണ്ടി കൊല്ലും കൊലയും നടത്തിയിട്ടുള്ളവരവര്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ച അയാളുടെ കസാര തെറിക്കും. അത് അയാൾക്കറിയാം. അതുകൊണ്ടാ കൊല്ലണം. എല്ലാം എൻ്റെ മക്കളെ. ഈ പൂട്ടാരെ വിളിച്ച് പോലീസ്. അന്ന് എൻ്റെ വാക്കുകളോട് അവർ വളരെ ഇമോഷണലായി പ്രതികരിച്ചുവെങ്കിലും ഉള്ളുകൊണ്ട് അവരുടെ ആവേശത്തെ എന്നും ഞാൻ പ്രോത്സാഹിപ്പിച്ചിട്ടേയുള്ളൂ. നിങ്ങൾക്കറിയാം, കലുഷിതമായ ക്യാമ്പസ് കലാപങ്ങളിലൂടെ തന്നെയാണ് എന്നിലെ രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരും വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി സമൂഹം ഇത്തരം കാര്യങ്ങളിൽ മുന്നിട്ടിറങ്ങണമെന്നാണ് എൻ്റെ വിശ്വാസം. എന്നാൽ ഇങ്ങനെ ഒന്ന് അവരിൽ നിന്നും ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. വാസ്തവത്തിൽ അവരെ വിശ്വസിച്ച, യുവാക്കളെ വിശ്വസിച്ച ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ വിശ്വാസത്തെയാണ് അവർ വഞ്ചിച്ചിരിക്കുന്നത്. വേണ്ട വേണ്ട എന്ന് എത്ര പറഞ്ഞാലും വേണം വേണമെന്ന് വാശി പിടിക്കുന്ന ചിലരുണ്ട്. വേണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ. നീയൊക്കെ എന്തിനാണ് സാറേ? എഞ്ചിനീയേഴ്സാ, എഞ്ചിനീയേഴ്സ്. പഠിച്ച് പാസ്സായി വല്ല ജോലിക്ക് പോകാതെ വെറുതെ. കൊന്നത് ഞാനല്ലെങ്കിലും ഈ കേസ് കുഴിച്ചിട്ടത് ഞാനാ. വിദ്യാർത്ഥികളെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി കൊടി പിടിക്കാനും ബാനർ കെട്ടാനും തല്ലാനും കൊല്ലാനും ചാവാനും വേണ്ടിയുള്ളവരാ. പക്ഷെ അവർ അവരുടെ അവകാശം മനസ്സിലാക്കിയ നഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ അധികാരമാണ്. അധികാരം അത് ചിലപ്പോഴെങ്കിലും
ഏൽപ്പിക്കുന്നതല്ല, ജനങ്ങളുടെ എന്ന് പിടിച്ചു വാങ്ങുന്നതാണ്. മനസ്സിലായടാ? പറയാൻ വിട്ടുപോയി, നിങ്ങൾ അന്വേഷിക്കുന്ന രണ്ടുപേരെ നിങ്ങൾക്ക് പരിചയപ്പെടണ്ടേ? സുദേവ, പാവം അനിയനെ കൊന്നതിന്റെ ദേഷ്യത്തിൽ ചവിട്ടിയതാണ്. പക്ഷെ അവൻ അറിയില്ലല്ലോ, ആ ദേഷ്യം കാണിക്കേണ്ടത് നിങ്ങളോടല്ല, എന്നോടാണ്. ചിന്നക്കൊലക്കേസ് പുതിയ വഴിത്തിരിവിലേക്ക്. സഹപാഠികൾ അറസ്റ്റിൽ. സന്തോഷ് ഇവിടെ പോലീസ് സ്റ്റേഷൻ പരിസരമാകെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് തന്നെ കുറ്റം സമ്മതിച്ചുകൊണ്ടുള്ള മൊഴി നമ്മൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. ചിന്നു കൊലക്കേസിന്റെ ദൃക്സാക്ഷിയായി ഉണ്ണി എന്ന സ്കൂൾ വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയത് ചിന്നുവിന്റെ സഹപാഠികൾ. ബാർ അസോസിയേഷനിൽ നിന്ന് അവന്മാർക്ക് വേണ്ടി ഒരുത്തനും ഹാജരാകില്ല. പെൺകുട്ടികളെ എന്താ വിശ്വസിച്ച് കോളേജിലേക്ക് വിടും? വിദ്യാർത്ഥിനിക്ക് സംഭവിച്ചത് ഇനിയും തുടരുമോ? ചർച്ചയിലേക്ക് പോകാം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഇനി മീഡിയയിൽ വരൂ. സ്ത്രീ സുരക്ഷിതയല്ല, അതിനുള്ള ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോടതി അവരെ റിമാൻഡ് ചെയ്താൽ പിന്നെ നമ്മൾ തീരുമാനിക്കും അവരുടെ ആയുസ്. ബാർ അസോസിയേഷനിൽ നിന്നും ഒരു വക്കീൽമാരും അവർക്ക് വേണ്ടി വാദിക്കില്ല. ഇന്ന് കൃത്യം 11 മണിയോടെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. കേസ് പുതിയ വഴിത്തിരിവിലേക്ക്. പ്രതികളെ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കും. ചിന്നുവധ കേസ് ഇതിനോടകം തന്നെ സംസ്ഥാനമാകെ സംസാര വിഷയമായിരിക്കും. യുവർ ഓണർ, ഈ കേസിന്റെ അന്വേഷണ ചുമതല ബഹുമാനപ്പെട്ട കോടതി തന്നെ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചതാണ്. കേസിൽ പറയുന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് അവരുടെ തന്നെ സഹപാഠികളായ 4 പേരാണെന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് കണ്ടെത്തുകയും ചെയ്തതാണ്. ആ 4 യുവാക്കളെ, അല്ല 4 യുവ കൊലയാളികളെ ഈ കോടതിയുടെ മുന്നിൽ ഹാജരാക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. യെസ്. യുവർ ഓണർ, പ്രതികൾക്ക് പെൺകുട്ടിയോട് തോന്നിയ പ്രണയവും മറ്റു തരത്തിലുള്ള വഴിവിട്ട ആഗ്രഹങ്ങളും അതിന്മേലുള്ള തർക്കങ്ങളുമാണ് ഇവരെ ഈ ക്രൂരകൃത്യത്തിലേക്ക് എത്തിച്ചത്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടാണ് ക്രൈംബ്രാഞ്ച് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നത്. ആൻഡ് എബവ് ഓൾ, ഈ കേസിൽ ഒരു സാക്ഷിമൊഴി കൂടിയുണ്ട്, ആൻ ഐ വിറ്റ്നസ്. ഈ 4 പേരും ചേർന്ന് ആ പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചു കൊല്ലുന്നത് കണ്ട ഒരു 17-കാരൻ 7 ദിവസങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 7/6/2017 അവൻ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഈ 4 പേരെ കുറിച്ചുള്ള സകല വിവരങ്ങളും മൊഴി കൊടുക്കുകയും ചെയ്തു. ഐ എം ഹിയർ ബൈ സബ്മിറ്റിംഗ് ദ സെയിം.
ഈ പ്രതികൾക്ക് സമൂഹത്തെയും നീതിന്യായ വ്യവസ്ഥകളെയും വെല്ലുവിളിക്കുന്ന ക്രൂരമായ കൊലപാതക പ്രവണതയുണ്ടെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് പിന്നീട് അങ്ങോട്ട് അരങ്ങേറിയത്. യുവർ ഓണർ, മൊഴി നൽകിയതിന്റെ പേരിൽ പോലീസ് തങ്ങളിലേക്ക് എത്തുന്നു എന്ന് മനസ്സിലാക്കിയ ഇവർ വളരെ മൃഗീയമായി ആ 17-കാരനെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. മാത്രമല്ല, കൊല്ലപ്പെടുന്നതിന്റെ തലേ ദിവസം തിയേറ്ററിന്റെ പുറത്തു വച്ചവനെ മാരകമായി മർദ്ദിക്കുന്നത് കണ്ടവരുണ്ട്. യു മേ കൈൻഡ്ലി വെരിഫൈ ദ മൊബൈൽ ഫുട്ടേജ്. ഈ സംഭവത്തിന് ശേഷം പിന്നെ ലോകം കാണുന്നത് ആ ചെറുപ്പക്കാരന്റെ ചേതനയേറ്റ ശരീരമാണ്. ഒരു കുറ്റം മറച്ചുവെക്കാൻ മറ്റൊന്ന്, അത് മറച്ചുവെക്കാൻ വേറൊന്ന്. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂരകൃത്യം ചെയ്ത ഈ 4 കൊലയാളികളെയും ഗൂഢാലോചന, സംഘം ചേരൽ, റേപ്പ് ആൻഡ് മർഡർ എന്നിവയിൽപ്പെടുത്തി IPC 107, 120B, 302 and 376 വകുപ്പുകൾ ചാർത്തി ജീവപര്യന്തം തടവിന് ശിക്ഷിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ്. That's all, Your Honor. I have a simple submission before the honorable court. ബഹുമാനപ്പെട്ട കോടതി, ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണ പ്രകാരം അഡീഷണൽ പ്രതിയായി പേര് ചേർക്കപ്പെട്ടിട്ടുള്ള ആ 4 പേർക്ക് വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഹാജരാക്കിയ PW6 ഗവൺമെന്റ് സർജനെ വിസ്തരിക്കണം. പ്രൊസീഡ്. താങ്കളാണ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തത് അല്ലേ? അതെ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു പീഡന ശ്രമവും തലക്കടി കൊണ്ടതുമാണ് മരണകാരണമെന്ന്. യെസ്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ഒബ്സർവേഷൻ കൂടി. നമ്മുടെ ഈ വിക്ടിം മരിക്കുന്നതിന് 2 മാസങ്ങൾക്ക് മുൻപ് അബോർഷൻ ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഹാപ്പൻ ടു ബി എ സർജിക്കൽ അബോർഷൻ അല്ലേ? യെസ്, എക്സാക്ട്ലി. ഡോക്ടർ പ്രസാദ്, ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ താങ്കൾ ഏത് മെഡിക്കൽ കോളേജിൽ നിന്നാണ് MBBS MD പാസ്സായത്? വാട്ട്? യുവർ ഓണർ, ഹി ഈസ് ട്രൈയിങ് ടു. ആൺസ്പർശമില്ലാതെ ദിവ്യഗർഭം ധരിച്ച പരിശുദ്ധ കന്യാമറിയത്തിന് പോലും ഒരു ഗർഭപാത്രം ഇല്ലാതിരുന്നതായി എങ്ങും പറയുന്നില്ല. പക്ഷേ ഈ നിൽക്കുന്ന ഗവൺമെന്റ് സർജനെ അതിനേക്കാൾ ദിവ്യമായി ഗർഭം ധരിപ്പിക്കാനും അത് അബോർട്ട് ചെയ്യിപ്പിക്കാനും റിപ്പോർട്ടുകളിലൂടെ കഴിയും. സംഭവം നടക്കുന്നതിന് 8 മാസങ്ങൾക്ക് മുമ്പുള്ള ഈ വെരിഫൈഡ് റിപ്പോർട്ട് പ്രകാരം പെൺകുട്ടിക്ക് സെർവിക്കൽ ക്യാൻസർ ആയിരുന്നുവെന്നും ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പെൺകുട്ടിയുടെ സെർവിക്സും യൂട്രസും സർജിക്കലി റിമൂവ് ചെയ്തതിന്റെ റിപ്പോർട്ടാണത്. ഡേറ്റഡ് 14/8/2014. അതിന് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞു? ചെറിയ സർജറി അല്ലേ? Hereby submitting the report. ഗർഭപാത്രമില്ലാത്തൊരു പെൺകുട്ടി ഗർഭം ധരിക്കുക എന്നത് അത്ഭുതം. അതേ ഗർഭത്തെ അബോർട്ട് ചെയ്യുക എന്നത് മഹാത്ഭുതം. ഇത്തരം അത്ഭുതങ്ങൾ നടത്തുന്ന ഇവനെ പോലുള്ളവരെ ഡോക്ടർ നല്ല യുവർ ഓണർ വിളിക്കേണ്ടത്. ബിക്കോസ് he is a technically qualified government certified medical criminal. Objection, Your Honor. Yes, you will object. സത്യം അക്കമിട്ട് നിർത്തുമ്പോൾ എതിർക്കാതിരിക്കാനാവില്ല. ബിക്കോസ് യു ആർ an advocate of lies. അഡ്വക്കേറ്റ് മുകുന്ദൻ, ഇത് കോടതിയാണ്. ഇവിടെ നിങ്ങൾ മാത്രം വാദമുയർത്തിയാൽ പോരാ. സത്യം എന്താണെന്ന് നിങ്ങളല്ല, ബഹുമാനപ്പെട്ട കോടതിയാണ് പറയുന്നത്. മിസ്റ്റർ കാളു, നിങ്ങൾക്ക് ക്രോസ് ചെയ്യാനുള്ള അവസരം ഞാൻ തരാം. യു മേ കണ്ടിന്യൂ. കൊല്ലപ്പെട്ട ഉണ്ണിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് ഓഫീസറെ ചോദ്യം ചെയ്യണം. പ്രൊസീഡ്. ഇല്ലാത്ത സാക്ഷിയുടെ പറയാത്ത മൊഴി, അതിനൊന്നും ചോദിക്കേണ്ടതില്ല. എങ്കിലും ഒരു ചോദ്യം. ഒരു സുപ്രഭാതത്തിൽ ഏതോ ഒരു പയ്യൻ എന്തോ ഒന്ന് പറഞ്ഞു എന്ന് പറയപ്പെടുന്നു. അതെന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ മൊഴിയായി സ്വീകരിച്ചത്? അന്നേ ദിവസത്തെ അവന്റെ ടവർ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഞങ്ങൾ ക്രോസ് ചെക്ക് ചെയ്തിരുന്നു.
അതിൽ നിന്നും ആ പെൺകുട്ടിയുടെ റേപ്പ് ആൻഡ് മർഡർ അറ്റംപ്റ്റ് നടന്നിരുന്ന സ്പോട്ടിൽ അവനുള്ളതായി ഞങ്ങൾ സ്ഥിരീകരിച്ചു. അത്രേ ഉള്ളൂ. എത്ര എളുപ്പത്തിൽ ടവർ ലൊക്കേഷൻ കിട്ടി അല്ലേ? അങ്ങനെ അവൻ ദൃക്സാക്ഷിയായി. സാക്ഷി, വിറ്റ്നസ്. A witness has to be genuine, trustworthy, and above all, he or she should have an ethical code of conduct. 2 juvenile court കേസുകൾ, അതിൽ 2 attempt to molest a woman. ഈ ചെറുപ്രായത്തിൽ തന്നെ 3 സ്കൂളുകളിൽ നിന്നും ഡിസ്മിഷൻ, 4 അടിപിടി കേസുകൾ. ഇതാണ് പ്രോസിക്യൂട്ടർ ഹാജരാക്കിയ the most elegant, most believable, most trustworthy witnessന്റെ പ്രൊഫൈൽ. പ്രോസിക്യൂഷന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത്രയും സൽസ്വഭാവിയായ ഒരു ദൈവപുത്രൻ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിന് 2 സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ സാക്ഷി, അല്ലെങ്കിൽ അവനാണ് എല്ലാത്തിനും സാക്ഷിയായ പ്രതി. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഡിഫൻസ് സാക്ഷിയെ പ്രതിയായി ചിത്രീകരിച്ച് കേസിന്റെ ഗതി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സാക്ഷിയുടെ പാസ് റെക്കോർഡ്സ് നോക്കിയിട്ടല്ല മൊഴി രേഖപ്പെടുത്തണോ വേണ്ടോ തീരുമാനിക്കുന്നത്. ഇറ്റ് ഈസ് ജസ്റ്റ് ദ പ്രൂഫ് ആൻഡ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ പ്രൂഫ് ഹാസ് ബീൻ സബ്മിറ്റഡ് ബിഫോർ ദ ഓണറബിൾ കോർട്ട്. പിന്നെ മുൻകാല ജീവചരിത്രം നോക്കിയാണ് മൊഴി രേഖപ്പെടുത്തുന്നതെങ്കിൽ ഇവിടെ മരിച്ചുപോയ പെൺകുട്ടിയുടെ മുൻകാല ചരിത്രം ഒരു വട്ടം ചർച്ച ചെയ്ത് എല്ലാവരും ഓർത്തെടുത്താൽ നന്നായിരിക്കും. യു ക്യാൻ ചെക്ക് ദ റെക്കോർഡ്സ് അഡ്വക്കേറ്റ് മുകുന്ദൻ. നടു റോഡിൽ പാതിരാത്രിക്ക് പല പല പുരുഷന്മാരുമായി മാറി മാറി ചുംബിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞ് മൊഴി കൊടുത്തത് സർവീസിലുള്ള 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. അഡ്വക്കേറ്റ് മൂന്നിന് സാക്ഷിയായിട്ട് ഇനി അതും പോരാതെ വരുമാവോ? പോലീസ് ഉദ്യോഗസ്ഥർ മതി മതി, അത് കാളൂരിന്റെ സാക്ഷികളാവുമ്പോൾ ധാരാളം. പ്രോസിക്യൂഷൻ അവതരിപ്പിച്ച ആ പോലീസുകാരെ വിസ്തരിക്കണം. അസമയത്ത് ഈ പെൺകുട്ടി 1-ലധികം പുരുഷന്മാരെ അസാധാരണമായ രീതിയിൽ ചുംബിക്കുകയും ആലിംഗനം ചെയ്തതായി കണ്ടു എന്നാണ് നിങ്ങൾ അന്വേഷണ സംഘത്തിന് കൊടുത്ത റിപ്പോർട്ട്, അല്ലേ? അതെ. അസമയത്തൊരു പെൺകുട്ടി. ആ, ഏതാണ് ആ സമയം? നിങ്ങൾ ആ സമയത്ത് പെൺകുട്ടിയെ കണ്ടവരല്ലേ? എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക, ഏത് സമയമാണ് ഒരു പെൺകുട്ടിക്ക് അസമയം? അത് അല്ല, പറയൂ, ഞങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെ. അത് പിന്നെ രാത്രി. രാത്രി അസമയമാണോ? അല്ല, ഞാൻ അപ്പൊ അങ്ങനെയല്ല, പാതിരാത്രി. പാതിരാത്രി അസമയമാണ്. പാതിരാത്രി അല്ലേ സാറേ? അപ്പൊ ഒരു പെൺകുട്ടിയെ അസാധാരണമായ രീതിയിൽ കണ്ടാൽ ഓക്കെ 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 എന്താണ് ഈ അസാധാരണം? അത് പിന്നെ ഒബ്ജക്ഷൻ യുവർ ഓണർ. ഡിഫൻസ് സാക്ഷികളെ അനാവശ്യമായി ചോദ്യങ്ങൾ ഉന്നയിച്ച് കൺഫ്യൂസ് ചെയ്യുകയാണ്. എങ്കിൽ നിങ്ങൾ പറയണം, എപ്പോഴാണ് ഒരു പെൺകുട്ടിക്ക് ഈ നാട്ടിൽ അസമയമെന്ന്? നിയമപുസ്തകങ്ങൾ മാത്രം ഉദ്ധരിച്ച് വാദിക്കുന്ന മിസ്റ്റർ കാളൂർ പറയണം, ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് എപ്പോഴാണ് ഒരു പെൺകുട്ടിക്ക് അസമയം? അങ്ങനെ ആണിന് മാത്രമില്ലാത്തൊരു അസമയം ഒരു പെൺകുട്ടിക്ക് മാത്രമായിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് ദി ബേസിക് റൈറ്റ്സ് ഓഫ് ആൻ ഇന്ത്യൻ സിറ്റിസൺ, റൈറ്റ് ടു ഈക്വാലിറ്റി, ആർട്ടിക്കിൾ 14 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അസമയത്ത് ഒരു പെൺകുട്ടിയെ കണ്ടതായി സാക്ഷികൾ മൊഴി രേഖപ്പെടുത്തുമ്പോൾ ആ സമയം ഏതാണെന്ന് കൃത്യമായി രേഖപ്പെടുത്താൻ കോടതിക്ക് കഴിയണം. മിസ്റ്റർ മുകുന്ദൻ, നിങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയുടെ പ്രിവിലേജസിനെ ഒരിക്കലും ചോദ്യം ചെയ്യരുത്. ഐ വിൽ ക്വസ്റ്റ്യൻ ദ കോർട്ട്. ചോദ്യം ചെയ്യപ്പെടേണ്ടത് കോടതിയാണെങ്കിൽ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. കാരണം കോടതിയേക്കാൾ വലുതാണ് സത്യം. അല്ലെങ്കിൽ കോടതി ഉറക്കെ വിളിച്ച് പറയണം, നമ്മുടെ ഈ നാട്ടിൽ ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ അസമയമാണ്. ആ സമയത്ത് പുറത്തിറങ്ങുന്ന പെൺകുട്ടികൾക്ക് സംഭവിക്കുന്ന യാതൊന്നിനും നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കുകയില്ല എന്ന് പറയാൻ പറ്റുമോ?